പിടിക്കാമോ പ്ലീസ്? ഗുഡ് മോർണിംഗ് സർ. വേർ ആർ യു? അറൈവൽസിന്റെ അവിടെ ഉണ്ട് സർ. ഞാനും അറൈവൽസിൽ തന്നെയാണുള്ളത്. എന്നെ എങ്ങനെയാണ് നീ മനസ്സിലാക്കുക? സർ ഞാൻ ബോർഡ് പിടിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് സർ. ബോർഡ് വെച്ച് നിൽക്കാൻ നീ ടാക്സി ഡ്രൈവറോ അതോ ഹോട്ടൽ മാനേജറോ? അത് സർ ഞാൻ സാറിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ ഈ ബോർഡ് പിടിച്ച് ഇവിടെ നിൽക്കുന്നത് സർ. ഈസി ആയിട്ട് അടയാളം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പുലിവേഷം ഇട്ടോണ്ട് ഡങ്കിച്ചിക്ക് എന്ന് ഡാൻസും കളിച്ചോണ്ട് വരാം. അപ്പൊ കുറച്ചുകൂടെ ഈസി ആവുമല്ലോ. നെറ്റിൽ നോക്കിയാൽ എന്റെ ഫോട്ടോ അല്ലാതെ എന്റെ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ. സോറി സർ, ഞാൻ ആ കാര്യം മറന്നുപോയി സർ. ഷാർപ്പ് അല്ലാത്ത ബ്രെയിൻസും ഹോട്ട് അല്ലാത്ത ചിപ്സും എനിക്ക് ഇഷ്ടമല്ല. വാട്ട് എ സിൽക്കി ഹെയർ. ബ്രെയിൻ ഷാർപ്പ് അല്ലേലും കുഴപ്പമില്ല. ചിക്ക് ഹോട്ടായാൽ മാത്രം മതി. വെൽക്കം ടു ഇന്ത്യ സർ. ഓ താങ്ക് യു വെരി മച്ച്. ഓ താങ്ക് യു താങ്ക് യു. എന്തിനാണ് താനിപ്പോ കരയുന്നത്? ഇത് ആനന്ദ കണ്ണീരാ സാറേ. 4 വർഷം മുമ്പ് എന്റെ മോൾ എന്നെ വിട്ടിട്ട് അമേരിക്കയിലേക്ക് പോയി. നിങ്ങളും അങ്ങനെ പോയ ആളായിരിക്കും. ഇത്രയും വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നിങ്ങളെ മോളെ കണ്ട ഉടനെ സന്തോഷത്തില് സാർ കെട്ടിപ്പിടിച്ചില്ലേ? അത് കണ്ടപ്പോ എന്റെ മോളെ ഓർമ്മ വന്നു. മോളെ, ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ എന്റെ മോള് ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. നീ ഒരു കാര്യം ചെയ്, ഇത് കൈ പിടിച്ചോണ്ട് നിന്ന് വാചകം അടിക്കാതെ ഒന്ന് പോടാ. വല്ലാതെ ബോറടിക്കുന്നു. എന്തെങ്കിലും തമാശകൾ പറയാലോ. കഷണ്ടിത്തലയിൽ മുടി കിളിക്കണമെങ്കിൽ ദിവസവും 2 നേരം ഉപയോഗിക്കൂ നവരത്ന ഓയിൽ. മുട്ടോളം മുടി വളരുവാൻ നവരത്ന ഓയിൽ. എന്തുവാടാ കിടന്ന് കാർന്ന്? സാറല്ലേ പറഞ്ഞു തമാശ വല്ലതും പറയാൻ. എന്നോട് തമാശ പറഞ്ഞിരിക്കാൻ നീ എന്റെ അളിയനാണോ? അളിയനായാലും മതി. ഞാൻ പറയാൻ പറഞ്ഞത് അഞ്ജലിയോടാ. ഞാനാണോ സർ? ഡയറക്ടർ എവിടെ? എയർപോർട്ടിലോട്ടൊന്നും കണ്ടില്ല. അദ്ദേഹം തൃച്ചിയിൽ വെച്ച് ജോയിൻ ചെയ്യാമെന്നാ പറഞ്ഞ സർ. ആള് കാണാൻ എങ്ങനെ ഉണ്ടാവും? ആള് ഡയറക്ടർ ആണെങ്കിലും കാണാൻ ഹീറോയെ പോലെ ഉണ്ടാവും. എന്നെക്കാളും സുന്ദരനാണോ? എന്ത് സൗന്ദര്യമാണെന്ന് അറിയാ സാറേ. സാർ അടുത്തേക്കാണെങ്കിൽ അച്ഛനും മോനും ആണെന്നേ പറയൂ. നീ മേടിച്ചിട്ടേ പോ.